പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ JJ Gold and Diamonds, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് നിവാസികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട മാലിന്യ പ്രശ്നത്തിന് അന്ത്യം. ബയോ മൈനിംഗ് പ്രക്രിയ ജനുവരി 31 പൂർത്തിയാകും. 5-ാം വാർഡിലെ 1.5 ഏക്കർ സ്ഥലത്ത് കുന്നുകൂടി കിടന്നിരുന്ന 15,000 ടണ്ണോളം മാലിന്യമാണ് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്തത്. വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ 5 കുമ്പളങ്ങാട് കാലങ്ങളായി തള്ളി വന്നിരുന്ന അജൈവ മാലിന്യങ്ങളെ നീക്കാൻ കുമ്പളങ്ങാട് മാലിന്യ കേന്ദ്രത്തിൽ നടന്നുവരുന്ന ബയോ മൈനിംഗ് അവസാന ഘട്ടത്തിൽ. ജനുവരി 31 ബയോ മൈനിംഗ് പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലം ജനുവരി അവസാനത്തോടെ പൂർവ്വസ്ഥിതിയിലാക്കും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുമ്പളങ്ങാട് പ്രവർത്തിച്ചിരുന്ന മാലിന്യ പ്ലാന്റിൽ എല്ലാത്തരം മാലിന്യങ്ങളും ഒരുമിച്ചാണ് തള്ളിയിരുന്നത്. ഇവ വേർതിരിച്ച് സംസ്കരിക്കുന്നതിന് പകരം 5 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് മൂടുകയായിരുന്നു. ഇതുമൂലം പലവിധ പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇതിന് പരിഹാരമായാണ് ബയോ മൈനിംഗ് നടത്തുന്നത്. 12,100 മീറ്റർ ക്യൂബ് മാലിന്യങ്ങളാണ് കുമ്പളങ്ങാട് തള്ളിയിരുന്നത്. ഇതിൽ 9,000 മീറ്റർ ക്യൂബ് മാലിന്യം ഇതിനോടകം വേർതിരിച്ച് സംസ്കരിച്ചു. 807 ടൺ RDF സിമന്റ് പ്ലാന്റിന് കൈമാറി. മഴ മൂലം നിർത്തിവെച്ചിരുന്ന പ്രവൃത്തികൾ നീക്കുന്നതോടെ 2.75 ഏക്കർ സ്ഥലം വീണ്ടെടുക്കാനാകും. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഫണ്ടിൽ നിന്ന് 9 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ജൈവ മാലിന്യം വളമാക്കി മാറ്റുക, പ്ലാസ്റ്റിക് ഉൾപ്പെടെ കത്തിക്കാൻ കഴിയുന്ന അജൈവ മാലിന്യം ശേഖരിച്ച് വൃത്തിയാക്കി സിമന്റ് ഫാക്ടറിയിലേക്ക് നൽകുക, പുനഃചംക്രമണത്തിനോ കത്തിക്കുവാനോ പറ്റാത്ത മറ്റ് മാലിന്യങ്ങൾ സാനിറ്ററി ലാൻഡ് ഫില്ലിങ്ങിനായി മാറ്റുക എന്നിവയാണ് ബയോ മൈനിങ്ങിലൂടെ ചെയ്യുന്നത്. ആധുനിക യന്ത്ര സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് മൈനിങ്. പ്രതിദിനം 400 ടൺ മാലിന്യങ്ങൾ തരം തിരിച്ച് സംസ്കരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10-45 വർഷമായിട്ട് നിക്ഷേപിച്ചിട്ടുള്ള മാലിന്യമാണ് ഇത്. വളരെ ശാസ്ത്രീയമായിട്ടുള്ള ബയോ മൈനിങ് പദ്ധതിയിലൂടെ നമ്മൾ പൂർണ്ണമായിട്ടും ഇവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. നിർമ്മാർജ്ജനം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും ഇവിടുന്ന് എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രൊജക്ട് ഒരു ടെൻഡർ വിളിക്കുകയും 20 ഡം സൈറ്റുകളും നാഗ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു SMS എന്നുള്ള ഒരു കോൺട്രാക്ടറിനെ നമ്മൾ പ്രവൃത്തി അവാർഡ് ചെയ്യുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷമാണ് വടക്കാഞ്ചേരി ഡം സൈറ്റ് പ്രവൃത്തി ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഒരു 5 മാസം മഴ മൂലം നമ്മൾ പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി വീണ്ടും പുനരാരംഭിച്ചു. ഇനി വരുന്ന ഒരു 20-25 ദിവസത്തിനകം ഇത് പൂർത്തീകരിക്കാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതോടുകൂടി ഈ ജനുവരി 31-നകം തന്നെ വടക്കാഞ്ചേരിയിലെ കുമ്പളങ്ങാടുള്ള മാലിന്യ കൂന പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഈ പ്രവൃത്തി വിജയകരമായിട്ട് പൂർത്തീകരിക്കും. നിലവിൽ 3 ഷിഫ്റ്റുകളിലായാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്ലാസ്റ്റിക്, റബ്ബർ തുടങ്ങിയ മാലിന്യങ്ങൾ വേർതിരിച്ച് സിമന്റ് നിർമ്മാണ കമ്പനികളിലേക്കും അയക്കും. കൂടാതെ ഇതിൽ നിന്നും ലഭിക്കുന്ന മണ്ണ് പരിശോധിച്ച ശേഷം അവിടെ തന്നെ നിക്ഷേപിച്ച് നിരപ്പാക്കും. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനുവരിയോടുകൂടി ഇവിടെ വളരെ നല്ല രീതിയിലൊരു പ്രദേശമാക്കി മാറ്റാനും ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വടക്കാഞ്ചേരി നഗരസഭയിൽ മാലിന്യങ്ങൾ ഇല്ലാത്ത ഒരു പ്രദേശമാക്കി മാറ്റാൻ, വടക്കാഞ്ചേരി നഗരസഭയാക്കി മാറ്റാൻ ഇവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. വടക്കാഞ്ചേരി നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഭാഗം തന്നെയാണ് ഇന്ന് കാണുന്ന ഈ പരിസര പ്രദേശം നമുക്ക് വൃത്തിയാക്കാനുള്ള ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇതിനോടൊപ്പം വടക്കാഞ്ചേരി നഗരസഭ ഈ പരിസര പ്രദേശവാസികളുടെ കൂടെ തന്നെ ഉണ്ടാവും. കൗൺസിലർ MM മഹേഷ്, KSW MP ഉദ്യോഗസ്ഥരായ അരുൺ വിൻസൻ, ശുഭിത മേനോൻ, ശ്രീകുമാർ, അഭിജിത്ത്, നാഗ്പൂർ ആസ്ഥാനമായ കരാർ കമ്പനിയിലെ ഉദ്യോഗസ്ഥരായ വിശാൽ റൌട്ട്, അമർനാഥ്, അശോക് കുമാർ, ഡംപ് സൈറ്റ് എക്സ്പേർട്ട് ലക്ഷ്മൺ സിംഗ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു.